Hello designers, welcome back to uxuimania. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3D ആയിട്ടുള്ള മോക്കപ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതുപോലുള്ള വെബ്സൈറ്റുകൾ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ നേരത്തെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്, ലിങ്ക് എവിടെയാണെന്നൊക്കെ ഉള്ളതിന്. അതിനുവേണ്ടി നിങ്ങൾ നമ്മുടെ ചാനലിൽ വന്നതിന് ശേഷം പ്ലേലിസ്റ്റിനകത്തായിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് കാണാം. അതുപോലെ തന്നെ യൂസ്ഫുൾ വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടും ഒരു പ്ലേലിസ്റ്റ് കാണാം. ഈ പ്ലേലിസ്റ്റിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഫ്രീ ആയിട്ടുള്ള റിസോഴ്സുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും അത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ, അത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലേലിസ്റ്റിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ എനിവേ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് മോർഫ്ലാക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ഈ ഒരു മോർഫ്ലാക്സിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷൻസുകളൊക്കെ ഡിസൈൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണോ അതിനെ വളരെ കോർപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ അതിനെ മോക്കപ്പ് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മറ്റൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതിന് സഹായിക്കുന്ന വളരെ നല്ലൊരു വെബ്സൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഫ്രീ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് തന്നെ ഓപ്പൺ എഡിറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഡിറ്ററിലേക്ക് നമ്മളെ റീഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എഡിറ്റർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 3D സോഫ്റ്റ്വെയർ പോലെ തന്നെ ഒരു ഫോണിൻ്റെയും അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെയോ ലാപ്ടോപ്പിൻ്റെ ഒക്കെ ഡിവൈസുകൾ എടുത്ത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് വന്ന് ലെഫ്റ്റ് സൈഡിലായിട്ട് അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്ന ഡിസൈൻ ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഈ കാണുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ താഴെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. അതിൻ്റെ കളേഴ്സുകൾ നമുക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലാറ്റ് കളറായിട്ടോ അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് ആയിട്ടോ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഗ്രേഡിയൻറ്റിൻ്റെ ആംഗിളും കളറും ഒക്കെ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സെറ്റിങ്സുകളും, അതിനകത്ത് ഷാഡോ എന്ന് പറയുന്ന നല്ലൊരു എഫക്റ്റ് ഉണ്ട്. താഴെയായിട്ട് ഈ ഫോൺ ഇരിക്കുന്ന അതിൻ്റെ ഷാഡോ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഇവിടെ വന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ആംഗിളുകളിലേക്ക് കൊണ്ടുവയ്ക്കാം. കൊണ്ടുവച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ടോപ്പിലായിട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1344x678 എന്ന് പറയുന്ന സൈസിലേക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസൊല്യൂഷനാണ്. അതിലും വലിയ വലിയ സൈസുകൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പേ ചെയ്ത് മേടിക്കേണ്ടി വരും. എനിവേ എനിക്ക് തോന്നുന്നു 1344 തന്നെ ഈ ഒരു സൈസ് തന്നെ അത്യാവശ്യം നമ്മുടെ റെസൊല്യൂഷൻ നമ്മുടെ ബിഹാൻസിലേക്കും അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിലും വെബ്സൈറ്റുകളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു സൈസ് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ വേണമെങ്കിലും ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫോണല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് കളയാം. ഇവിടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഡിവൈസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിവൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് iPhone 11 iPhone 12 MacBook Proയോ iMac Proയോ അങ്ങനെ എല്ലാ കാര്യങ്ങളും കുറേ നല്ല ഡിവൈസുകൾ ഇവിടെ തരുന്നുണ്ട്. ഇവിടുന്ന് നിങ്ങൾക്ക് ഇപ്പോൾ MacBook Pro വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് MacBook Pro വന്നു കഴിഞ്ഞു. അതിനെ നമുക്ക് പല ആംഗിളിലേക്ക് സെറ്റ് ചെയ്യാം. ഇവിടുന്ന് വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഡിസൈനിലേക്ക് കൊണ്ടുവയ്ക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ആംഗിൾ ചെയ്ത് വയ്ക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഡിവൈസും കൂടെ വേണമെങ്കിലും ടോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈസും കൂടെ ഇവിടെ ആയിട്ട് കൊണ്ടുവരാം. അത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല സെറ്റിങ്സ് തന്നെ ഇവിടെ ഉണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് എടുത്ത് ആവശ്യാനുസരണം ചെയ്യാം. അതിനകത്ത് എലമെൻറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് എലമെൻറ്റ്സുകളൊക്കെ തരുന്നുണ്ട്. അതിലും കുറേ എലമെൻറ്റ്സുകൾ നമ്മൾ പെയ്ഡ് സർവീസിന് മാത്രമുള്ളതാണ്. പക്ഷേ ഫ്രീ ആയിട്ടും ചില എലമെൻറ്റ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു കയ്യിലിരിക്കുന്ന ഒരു 3D മോഡലിൽ എങ്ങനെയാണ് ഫോൺ ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ള ചില ഡിസൈൻസുകളും മറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വളരെ സഹായിക്കും. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന ലെയറുകൾ ഇവിടെ ലെയർ ബൈ ലെയർ ആയിട്ട് കാണിക്കും. ഈ ഫോണിലേക്ക് വരണമെങ്കിൽ വീണ്ടും ഫോണിലേക്ക് വരിക, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഡിസൈൻസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓവറാൾ ഉള്ള ഈ ഒരു ഇമേജിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇതുപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ആവശ്യാനുസരണം അതിൻ്റെ സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വെച്ചുകൊണ്ട് നമുക്കതിനെ ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എങ്ങനെയാണോ മാച്ച് ആകുന്നത് ആ രീതിയിലായിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ക്രിയേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡിസൈൻസുകളെ വളരെ ലൈവ്ലി ആക്കാൻ വേണ്ടിയിട്ട്, സാധാരണഗതിയിൽ എല്ലാ ഡിസൈൻസുകളും വളരെ ലൈവായിട്ട് കാണാനാണ് നമ്മൾ മോക്കപ്സുകൾ ക്രിയേറ്റ് ചെയ്തത്. അത് മാക്സിമം ഇത്തരത്തിൽ മോക്കപ്സ് ചെയ്ത് തന്നെ നമ്മുടെ ഡിസൈൻസുകൾ എവിടെയെങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയോയിലൊക്കെ ഇടാൻ ശ്രമിക്കാവൂ. അല്ലാതെ ജസ്റ്റ് ഡിസൈൻ കാണിക്കുന്നതിനേക്കാൾ മോക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡിസൈൻ ഫീല് കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ടോപ്പിൽ ടെംപ്ലേറ്റ്സുകളൊക്കെ ഒരുപാട് തരുന്നുണ്ട്. പ്രൊഫഷണൽ ടെംപ്ലേറ്റ്സുകളുണ്ട്. അതൊക്കെ നമുക്ക് പെയ്ഡ് സർവീസ് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇനി ഫ്രീ സർവീസിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കുറേ നല്ല പ്രൊഫഷണൽ മോക്കപ്സുകൾ ഉണ്ടാക്കാൻ ഈ ഒരു വെബ്സൈറ്റ് വളരെയേറെ ഹെൽപ്പ് ആവും. ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു വെബ്സൈറ്റും കൂടെ ഇത് പരിചയപ്പെടാം. അത് എന്ന് പറയുന്നത് unblast.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഇതിനകത്തുള്ള പ്രത്യേകത ഈ ഒരു ലിങ്കിലേക്ക്, ഞാൻ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണുകളുടെയും അല്ലെങ്കിൽ ഫോൺ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ ഇങ്ങനെ ചരിച്ചു വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ഫോൺ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിസൈൻസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പല ഇൻ്റർനെറ്റിലൊക്കെ. പക്ഷേ ഇൻ്റർനെറ്റിൽ പല സ്ഥലത്തായിട്ട് നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്തെടുക്കുന്നതിന് പകരം ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൊണ്ട് നമുക്ക് സെർച്ച് ചെയ്ത് റിസൾട്ട് ആക്കി തരുന്നു. അതിന് പറ്റിയ ഒരു വെബ്സൈറ്റാണ് ഇതെന്ന് പറയുന്നത്. ഈ അൺബ്ലാസ്റ്റിൽ നിങ്ങൾ വന്ന് ഈ പേജിനകത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഡിസൈൻസുകൾ ഇൻ്റർനെറ്റിൽ പല ഭാഗത്തായിട്ട് കിടക്കുന്ന ഡിസൈൻസുകൾ അതിൻ്റെ PS ഫയൽ ഫോട്ടോഷോപ്പ് ഫയലാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ ഇതിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ പേജിലേക്ക് പോകാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതെല്ലാം പല പല വെബ്സൈറ്റുകളിലാണ് ഇതിൻ്റെ സോഴ്സ് ഫയൽ കിടക്കുന്നത്. പക്ഷെ നമ്മൾ സെർച്ച് ചെയ്ത് കുറേ സമയം കളയുന്നതിന് പകരം ഇതുപോലെ ഒരു ലാൻഡിംഗ് പേജിലേക്ക് വന്നാൽ അവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള പല പല ഡിസൈൻസുകൾ ഒരുമിച്ചെടുത്ത് കാണിച്ചു തരും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നേരിട്ട് നമുക്ക് ആ ഒരു പേജിലേക്ക് പോകും. അപ്പോൾ മോക്കപ്പ് ഉണ്ടാക്കാൻ ഈ ഒരു പ്ലാറ്റ്ഫോമും വളരെ യൂസ്ഫുൾ ആണ് ഡിസൈനേഴ്സിന്. ഇതെല്ലാം തന്നെ നമ്മുടെ കുറേ സമയം സേവ് ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിസൈൻസുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് തന്നെ അതിൻ്റെ മോക്കപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന വെബ്സൈറ്റുകളാണ്. ഓക്കെ, അപ്പോൾ എനിവേ ഈ ഒരു അൺബ്ലാസ്റ്റും അതുപോലെ തന്നെ നമ്മൾ നോക്കിയ മോർഫാക്സ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റും ഡിസൈനേഴ്സ് എന്ന നിലയിൽ എസ്പെഷ്യലി UI ഡിസൈനേഴ്സ് എന്ന നിലയിൽ വളരെ ഹെൽപ്പ് ചെയ്യുന്ന വെബ്സൈറ്റുകളാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ഡിസൈൻസുകൾക്കെല്ലാം നല്ല മോക്കപ്സുകൾ പ്രൊഫഷണൽ മോക്കപ്സുകൾ ഉണ്ടാക്കിക്കൊണ്ട് നല്ലൊരു ജീവൻ കൊടുക്കുക. ഓക്കെ ഡിസൈനേഴ്സ്, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.